കുറേ നാളായിട്ട് മടി പിടിച്ച അവസ്ഥയിൽ നിന്ന് ബാക്ക് ടു നമ്മുടെ നോർമൽ ട്രാക്കിലേക്ക് വരാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡെയിലി വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കുറച്ചധികം ദിവസം കാണാതിരുന്നപ്പോ എന്നെയും കാത്തിരിക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ച ഫുള്ളായിട്ട് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇന്നലെ കണ്ട വ്ളോഗിന്റെ ബാക്കി പത്രമാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ദാ ഇവിടെ നമ്മുടെ അടുപ്പത്ത് അരി ഇടുന്നതോടൊപ്പം തുടങ്ങാമെന്ന് വിചാരിച്ചു. തൊട്ടടുപ്പിൽ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് വെക്കാറുള്ളത്. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല എന്ന് എല്ലാ വ്ളോഗിലും ഞാൻ പറയും. അത് കാരണം കൊണ്ട് കൂടുതലും വെജ് റെസിപ്പീസ് ആയിരിക്കും കാണുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറച്ചധികം നാളായിരിക്കുന്നു. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ തുടങ്ങണേക്കാളും മുന്നാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. പിള്ളേർ സ്കൂളിലേക്ക് പോയി തുടങ്ങുമ്പോൾ നമ്മൾ ആ ട്രാക്കിലേക്ക് വീഴാൻ കുറച്ച് സമയം എടുക്കൂലേ? എല്ലാവരുടെയും പോലെ തന്നെ പിള്ളേരും ഇതുപോലെ തന്നെ പഠിക്കാനായിട്ട് അത്യാവശ്യം നല്ല സമയം എടുക്കില്ലേ? ആ ഒരു ആദ്യത്തെ ദിവസങ്ങളൊന്നും എടുത്തില്ല അമ്മ എന്നൊക്കെ വന്ന് ശ്രീകുട്ടൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാനും ആ ഒരു ട്രാക്കിലേക്ക് വീഴണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ച് അവിടേക്ക് ഒന്ന് വീഴാനായിട്ട് എളുപ്പമായിട്ട് വരും ചെയ്യും. പിന്നെ എൻ്റെ കൂടെയുള്ള ചേച്ചിമാരും പിന്നെ എൻ്റെ അനിയത്തിമാരും ഒക്കെ ഇങ്ങനെ എൻ്റെ കൂടെ കട്ടക്ക് ഇങ്ങനെ സപ്പോർട്ടിന് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് മക്കളെ ചെയ്യാണ്ടിരിക്കുക? നിങ്ങളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഞാനത് നോ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഇങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിക്ക് നമുക്ക് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പച്ചക്കറിയൊക്കെ എടുക്കാനായിട്ട് പറയാൻ മറന്നുപോയായിരുന്നു ബാഗിൻ്റെ അടുത്ത്. അപ്പോൾ ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മാവുണ്ടല്ലോ അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഉരുട്ടി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഞാൻ അവിലിട്ടിട്ടാണ് എപ്പോഴും നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നാളികേരം കുറവ് മതി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളികേരം ഇടേണ്ടി വരും. പിന്നെ ഒരുപാട് നാളികേരം കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. അവിലാവുമ്പോഴേ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾഫില്ലായിട്ട് നിൽക്കും. അതായത് കുറച്ച് കുറച്ച് നേരം അവിലിങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിലെത്തി വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം ദാഹിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കിത് കുറേ നേരം വിശക്കാണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ നാളികേരം ഇടും, അതിൽ കുറച്ച് അവിലിടും, പിന്നെ പഞ്ചസാര ശർക്കര വേണമെങ്കിൽ ഇടാം. പഞ്ചസാര അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഇതിപ്പോൾ ഞാനും ഭാഗ്യനൊക്കെ ഓരോന്നേ കഴിക്കൂ. ശ്രീകുട്ടനും പിന്നെ ഇവിടെ ചേട്ടന്മാരുണ്ടെന്ന് ഉച്ചയ്ക്ക് പണിക്ക്. അപ്പോൾ അവർക്ക് 4 മണിക്ക് കാപ്പിക്ക് വേണം നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അധികം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. നമ്മൾ പറയില്ലേ ഒരു വടിക്ക് കുറേ പക്ഷികളെന്ന്, ആ ഒരു ട്രൂ റൂട്ടാണ് നമ്മൾ പിടിക്കാറുള്ളത്. കാരണം ഇതൊക്കെ നമുക്ക് ചെയ്തു വരുമ്പോഴേ സമയം എടുക്കും. അപ്പോൾ കുറച്ചും കൂടി പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമല്ലേ. അപ്പോൾ ചേച്ചി വിളിക്കുകയാണ് കേട്ടോ. ചേച്ചിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും ഒക്കെ ആയിരുന്നു, കുഞ്ഞിനും ഏട്ടായിക്കും ഒക്കെ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ വിളിച്ചു. ഇനി ഞാൻ തിരക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനേക്കാൾ മുമ്പ് വിളിയൊക്കെ നടത്തി. സ്വാമി ഇരു കൈകളും നിന്റെ തലയിൽ വെച്ച് നിന്നിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. അപ്പോൾ ഭക്തി പാരവശത്താൽ എന്റെ കൊഴുക്കട്ട അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി നമുക്കൊന്ന് കാച്ചിയെടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കാണ്ടാണ് കേട്ടോ ഉപ്പേരി എപ്പോഴും വേവിച്ചെടുക്കാറ്, അതായത് നമ്മൾ കാച്ചിയെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ചെറുള്ളി നോക്കിയപ്പോൾ ചെറുള്ളിയും കഴിഞ്ഞിടാം. അപ്പം ഞാൻ പിന്നെ സവാള എടുത്തു, അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടു, പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ടു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. എൻ്റെ വ്ളോഗിൽ നമ്മുടെ ഈ കിഴക്കമുളക് കാണുന്നത് വളരെ അപൂർവമാണെന്നാണ് പൊതുവെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയാറുള്ളത്. കാരണം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പൊട്ടിക്കുന്ന ചൂനിയമുളകും അതുപോലെ തന്നെ കോടാരിമുളകൊക്കെയാണ് കൂടുതലും നമ്മൾ ഇടാറുള്ളത്. ഇതിപ്പോൾ നല്ല ഇരുട്ടാണ് പുറത്തേ, നല്ല മഴയും. അത് കാരണം കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ഭയം കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ മുളക് ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ഇടിച്ച മുളക് ഞാൻ ഇടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓവനിൽ വെച്ചൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത്തിരി മുളക് പൊടിയാണ് ഇന്ന് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കറികളിൽ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കില്ലേ നമ്മൾ, എന്നിട്ട് ഇങ്ങനെ അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു എരിവും ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുകയും ചെയ്യും. നല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് പോലെ ഇരിക്കുകയും ചെയ്യും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ. അങ്ങനെയാകുമ്പോൾ ശ്രീകുട്ട പിന്നെ ഇത്തിരി കഴിച്ചോളൂ കേട്ടോ. കുട്ടി നമ്മുടെ രാമനാമ ജപമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് പനീർ ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ. ചോറ്, കടുമാങ്ങ അച്ചാർ, അതുപോലെ തന്നെ കൊഴുക്കട്ട, അതോടൊപ്പം തന്നെ ആൽമണ്ടും നമ്മുടെ ഡേറ്റ്സും. പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആളുടെ ലഞ്ച് ബോക്സ് സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം സ്കൂളിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ ഓറിയന്റേഷൻ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്താണോ ഭക്ഷണം കഴിക്കുന്നത് അത് മക്കൾക്ക് കൊടുത്തു വിടുക, അല്ലാണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തു വിടേണ്ട ആവശ്യമില്ലാന്ന്. നമ്മളങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കൊടുത്തു വിടാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നോൺ വെജ് ആയ കാരണം കൊണ്ടേ നോൺ വെജ് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇവന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കേണ്ടി വരാറുണ്ട് കേട്ടോ.
ഈച്ച ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. ഒരുപാടൊന്നും ഉണ്ടാവാറില്ല. നമ്മുടെ ഇവിടെ ചക്കയും മാങ്ങയും സീസണൊക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഈച്ചയൊന്നും വരാറില്ല. അപ്പോൾ ഈ ഈച്ചേനെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുന്നുണ്ടോ, ഇതൊക്കെ നമ്മുടെ വളങ്ങളാണ്. അതായത് നമ്മുടെ ചെടിക്കിടാൻ പറ്റിയ DAP, പൊട്ടാഷ്, NPK അങ്ങനെയുള്ള ഒരുപാട് വളങ്ങളാണ്. ഇത് നമുക്കൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു സഹോദരൻ അയച്ചു തരുന്നതാണ് കേട്ടോ. എനിക്ക് ഈ ചെടികൾ ഒരുപാട് ഇഷ്ടമായ കാരണം കൊണ്ട്. അപ്പോൾ ആളിടയ്ക്കിടയ്ക്ക് കഴിയുമ്പോൾ എനിക്ക് ചേച്ചി ഇത് ഇട്ട് നോക്കൂ, പുതിയ സംഭവങ്ങളൊക്കെ അവർ നിരത്തിലിറക്കുന്ന സമയത്ത് ചേച്ചി ഇതൊന്ന് ഇട്ട് നോക്കൂ, കുറേ പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അയച്ചു തരും. കണ്ടോ, പൊട്ടാസ്യം സൾഫേറ്റ്, അതുപോലെ തന്നെ ഫ്ലവർ ബ്ലൂ, ഇതൊക്കെ നമ്മുടെ റോസിനും നമ്മുടെ അഡീനിയത്തിനും ഒക്കെ ഇടുന്നതാണ് കേട്ടോ, നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റൂട്ട് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടികളൊക്കെ നട്ട ഉടനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. വാട്ടർ സോല്യൂബിൾ ആണ്, കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് pH റെഗുലേറ്റർ ആണ് കേട്ടോ, നമ്മുടെ ചെടികളുടെ നമ്മുടെ എന്തിനാണ് ഓർക്കിഡിനൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്യൂഡോമോണാസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ പോർഷനും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾ നമുക്ക് പറഞ്ഞു തരും. ഞാൻ ഇവരുടെ ഈ പേജ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരുപാട് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരുപാട് പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ റെപ്പല്ലന്റ്, നമ്മുടെ ഒരു ഈച്ചയൊക്കെ പോവാൻ വേണ്ടിയിട്ട്, പല്ലിയൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന റെപ്പല്ലന്റ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ കിട്ടിയപ്പോൾ വിചാരിച്ചു പതുക്കെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ എന്ന്. ഇവർ രണ്ടുപേരുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്നും വരുന്ന അതിഥികളാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ എനിക്ക് കുറച്ച് അധികം പണികൾ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തെ കുറച്ച് ചെടികളൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ എക്സാമിന്റെ സമയമൊക്കെ ആയ സമയത്ത് ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്, വളം ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ബുഷിയായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് മാറ്റി റീപ്ലാന്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ പ്ലാനിങ്ങിലാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ എന്ന്. അപ്പം നമുക്ക് പതുക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് നമ്മുടെ CC പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ വീട് വെച്ചപ്പോൾ തൊട്ട് നമ്മൾ ഇതിനെ 2-3 വട്ടം റീപ്ലാന്റ് ചെയ്തു. അമ്മയും ചേച്ചിയൊക്കെ വന്ന് ഓരോ വട്ടം കുറേ ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ 2-3 പോട്ടിലേക്കൊക്കെ മാറ്റിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നിറയെ പൊടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ CC പ്ലാന്റുമ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ വീട്ടിൽ എന്തോരം പൊടി ഉണ്ടെന്ന്. കാരണം അതിൻ്റെ ഇലകൾ ഇങ്ങനെ ഡസ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അടീനിയും അതുപോലെ തന്നെ കലാഞ്ചിയും ഒക്കെ കുറേ നമുക്ക് നടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് റെഡിയാക്കാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ മണ്ണിലല്ല കലാഞ്ചിയൊക്കെ നട്ടു കൊടുക്കുക. നമ്മുടെ ഈ ഒരു എന്താണ് ചകിരിച്ചോറ്, അതിനെന്താ പറയുക, കോക്കോപിറ്റോ, അതിലാണ് നമ്മൾ നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ മണ്ണും അതുപോലെ തന്നെ ഈ കോക്കോപിറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന വളങ്ങളുണ്ടല്ലോ, അതൊക്കെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടികളിലത്തെ ചെടികൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലത്തെ തന്നെ മണ്ണെടുത്ത് ഈ അറബാനയിൽ ഇവിടെ വെച്ച് ചെയ്യുമ്പോഴേ വലിയ കാര്യമായിട്ട് നമുക്ക് ഒതുക്കേണ്ടിയും ഇതാക്കേണ്ടിയും ഒന്നും വരില്ല. ഇളനേരം വോയിസാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണത് കേട്ടോ. അങ്ങനെ നമുക്ക് മണ്ണും അതുപോലെ തന്നെ കോക്കോപ്പിറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അകത്തല്ല വെക്കാൻ പോകുന്നത്, അപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ. ഈ കോക്കോപ്പിറ്റ് ഇടുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടല്ലോ, അതങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്തോളും. എന്നാൽ ചീഞ്ഞു പോകുന്ന ചെടികൾ നമ്മൾ കോക്കോപ്പിറ്റിൽ നമ്മൾ വെക്കാനും പാടില്ല. ഇത് നമ്മൾ കുറച്ച് അധികം നാൾ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലാഞ്ചിയാണ് കേട്ടോ. അതിൽ വൈറ്റും യെല്ലോയും പർപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലത്തെ പൂക്കൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം തൊട്ട് ഒരു 8 മാസം വരെ അങ്ങനെ അങ്ങോട്ട് നിന്നോളും. പിന്നെ അടുത്ത ഒരു മുട്ട് വരുമ്പോഴാണ്, അടുത്ത മുട്ട് ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴാണ് ഈ പൂക്കളൊക്കെ നശിച്ചു അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ പൂവുള്ളൂ കേട്ടോ. ഉണങ്ങി പൂവുള്ളൂ, ഇതൊരിക്കലും കൊഴിഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയാ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. കുറേ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുറേ നാൾ നിൽക്കുന്നതും. അപ്പോൾ നമ്മുടെ മഞ്ഞ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, പിന്നെ ലൈറ്റ് പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഒരു പർപ്പിൾ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അവർ തരുമ്പോൾ എപ്പോഴും കോക്കോപിറ്റിൽ മാത്രമായിരിക്കും തരുന്നുണ്ടാവുക. നമ്മൾ കുറച്ചും കൂടി മണ്ണും കൂടി ആഡ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ വീടിൻ്റെ ഒരു സെമി ഷെയ്ഡ് ആയിട്ടുള്ള സ്പേസിലാണ് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് NPK ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം, അതുപോലെ തന്നെ DAP ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചാണ് ഈ വളങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ചാണകവും അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കലക്കി വെച്ച് 3-4 ദിവസം കഴിഞ്ഞ് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, ജൈവവളമായിട്ട്. അങ്ങനെയാണ് ചെടികളും പൂക്കളെ നമ്മൾ നിലനിർത്തുന്നത്. ഏറ്റവും നല്ലത് രണ്ടാമത് പറഞ്ഞ നമ്മുടെ ചാണകം ടെക്നിക്കാണ് കേട്ടോ. എന്നാലും പെട്ടെന്ന് നമുക്കൊരു സമയം കിട്ടിയില്ലേ, നമ്മുടെ പൂക്കളും ചെടികളൊക്കെ ഒന്ന് ഡള്ളാവാന്ന് തോന്നുന്ന സമയത്ത് NPK നമുക്ക് 19 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കട്ടെ. എന്നിട്ട് ഇപ്പോഴത്തെ സൈഡിലുള്ള നമ്മുടെ ഈ അടീനിയ ഉണ്ടല്ലോ, അതിന് മുഴുവൻ സിറ്റ് ഔട്ടിലേക്ക് മാറ്റണം. മഴയത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അടീനിയ എത്തുമ്പോൾ പൂക്കളും ഉണ്ടാവില്ല, ചീഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിന് സിറ്റ് ഔട്ടിലേക്ക് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ആകുമ്പോൾ സെമി ഷെയ്ഡായിട്ട് ഒട്ടും ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി വന്നോളും അടീനിയ എത്തുമ്പോഴൊക്കെ.
ഇവര് പരസ്പരം എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുണ്ടോന്ന്. ഇവരിങ്ങനെയായിരിക്കും പ്രണയമൊക്കെ പങ്കിടുന്നുണ്ടാവുക അല്ലേ? ശ്ശേ! അങ്ങനെ നമുക്ക് നമ്മുടെ ചെടി നടല് തുടരാം. നമ്മള് എല്ലാ ചെടികളും ദേ മാറ്റി നട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് നട്ടിരുന്നതും കൂടി പറിച്ച് ഇതിലേക്ക് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിറ്റ് ഔട്ടിലത്തെ ഈ ഒരു ചെടിയുടെ ഭാഗം കണ്ടോ? ആകെ ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കണ. ചെടികളൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ചില ചെടികളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. മണ്ണ് ഉറച്ചിട്ടാണ് കേട്ടോ അത് അങ്ങനെയായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടാന്നാണ് വിചാരിക്കണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്പേസും എല്ലാ സ്പേസും നമ്മുടെ വീട്ടിലത്തെ ചെടികൾ റീപ്ലാന്റ് ചെയ്യാറുണ്ട്. മിക്കതും അഗ്ലോണിമകളാണ് എല്ലായിടത്തും വെക്കാറുള്ളത്. ഈ ഒരു അഗ്ലോണിമ കണ്ടോ? അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയി അതിൻ്റെ തണ്ട് മീൻസ് ഇങ്ങനെ വലിയ വേറെ ശിഖരങ്ങളൊന്നും വരാത്ത രീതിയിലായി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ ചെടികളുടെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ കുറച്ച് ചെടികളൊക്കെ മാറ്റി നടുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സമയത്താണ് കേട്ടോ ഞാൻ കൂടുതലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്, കുറച്ചും കൂടെ ബിസി ആയിട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എപ്പോഴും ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബിസി ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ പെർട്ടിക്കുലർ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടൊക്കെ ആ ദിവസം ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ടെൻഷൻസ് ഒന്നും നമ്മളെ വറി ചെയ്യുകയില്ല. അപ്പോൾ എന്ത് വിചാരിക്കണം നിങ്ങൾ സ്ത്രീക്ക് എന്നും തിരക്ക് എന്നും ടെൻഷൻസ് ആണോ എന്ന്? ടെൻഷൻസ് അല്ല, നമുക്കിങ്ങനെ ഈ എന്താ പറയുക ഇങ്ങനെ ഭയങ്കര ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് ടെൻഷൻ അടിക്കില്ലേ? ആ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക യാന്ത്രികമായി ജീവിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോൾ ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവട്ടെ ഇത്രയും സുഖത്തിലൊക്കെ ജീവിക്കുന്ന നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറയണതെന്ന്. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലടോ, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമാണ് ലൈഫ് എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾക്കും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ടെൻഷൻസുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ നല്ലതുകൾ മാത്രമേ കാണുന്നുള്ളൂ. അതല്ലേ ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറയുന്നത്. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ എന്ന്. അപ്പോൾ ഈ ചെടി നടുന്നതും അതുപോലെ തന്നെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും ഒക്കെ കാണുമ്പോൾ അവരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് എല്ലാവരുടെയും വിചാരം. നമ്മൾ ഹാപ്പിയാണ്, ഹാപ്പിനെസ്സിനൊന്നും കുറവില്ല. പക്ഷെ എല്ലാവരുടെയും പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഏരിയ അടിപൊളിയായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് മൈൻഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതുപോലെ ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഹോബീസൊക്കെ ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളവർ എത്രയോ പോസിറ്റീവ് ആവുന്നോ അത്രമാത്രം നമ്മളും പോസിറ്റീവ് ആവും. നമ്മുടെ ചുറ്റുമുള്ളവർ പോസിറ്റീവ് ആവും നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബി പോസിറ്റീവ് ഓൾവേസ്. എപ്പോഴും ഒന്നും അങ്ങനെ പ്രാബല്യത്തിൽ വരാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ അല്ലേ. അങ്ങനെ ഇതായി ചെടികളൊക്കെ ഞാൻ ഇവിടെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കൈ സഹായത്തിന് ഭാഗ്യം വന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഭാഗ്യന് അടീനെയൊക്കെ എടുത്ത് തന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ കുഞ്ഞിതായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടിട്ട് DAP ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കടയിൽ. ചെറിയൊരു ഓട്ട കുത്തിയിട്ട് ആ ഓട്ടയിലേക്ക് DAP അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വെള്ളവും വളമൊക്കെ ചേർക്കും. പിന്നെ ഞാൻ NPK കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചേ ഒഴിക്കുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുന്ന ചെടികൾക്ക് ഒരു 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം എടുത്താൽ മതി. അതന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ ചിലപ്പോൾ ഒരു 10 കടക്കൊക്കെ ഒഴിക്കും. അത്രയും കുറവ് വെള്ളം മതി കേട്ടോ. കാരണം ഒട്ടും വെയിൽ കൊള്ളണില്ലല്ലോ. പിന്നെ ഈ സിറ്റ് ഔട്ടിലൊക്കെ 4 മണിയാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വൈകുന്നേരം നേരമൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ്. ചിലവരിങ്ങനെ പറയും കേട്ടോ ഇത്രയും അധികം സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ലേ, പുലി വരില്ലേ, പൂച്ച വരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളതൊക്കെ എപ്പോഴും പെരുമാറുന്ന സ്ഥലങ്ങളാണല്ലോ. പിന്നെ ഇവരെയൊക്കെ പേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ചിക്കി മാന്താനും ഇരിക്കാനൊക്കെ ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം എന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ആ പെർട്ടിക്കുലർ പോയിന്റിൽ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ഉപദ്രവിക്കാൻ വരില്ല. പിന്നെ ഒരു ശ്രദ്ധയില്ലാത്ത സമയത്ത് പാതിരാത്രിയൊക്കെ എൻ്റെ പോലെ തന്നെ മാന്താനും ചൊറിയാനൊക്കെ ചെല്ലുമ്പോഴാണ് ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. എനിക്കിങ്ങനെ ഭയങ്കര പച്ചപ്പിൽ നമ്മുടെ സറൗണ്ടിങ്സ് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ കാട്ടിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടാറുണ്ടെന്ന്. വലിയ വലിയ പ്രശ്നങ്ങൾക്കൊന്നും കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ വരാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷനോ അല്ലെങ്കിൽ കുറച്ച് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ദൂരെ ആ കാട്ടിലേക്ക് ആ പാറടുക്കിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതാണ് കുറേ കാര്യങ്ങൾ.
അതായത് നമ്മുടെ ജീവിതത്തിലത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യും, ഉൾക്കൊള്ളും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നമ്മുടെ ലൈഫ് കുറച്ച് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. കുറേ ആഗ്രഹിക്കാണ്ടിരിക്കുമ്പോൾ കുറേ ആഗ്രഹിച്ചിട്ട് കുന്നിക്കുടിയോളം കിട്ടുമ്പോൾ എന്നുള്ളൊരു ഫീൽ ഇല്ലേ, അതന്നെ സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ കിച്ചണിലേക്ക് കയറാം. അപ്പോഴേക്കും ഗംഭീര മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് ഗംഭീര മഴയാടോ. ഗംഭീര മഴ പെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലേക്കോ ഈ കപ്പയും ചിക്കനും, പക്ഷേ കപ്പയും ബീഫും ഒന്ന് വെക്കുകയാണ്. ഇത് ഭാഗ്യം ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ യൂട്യൂബ് ഫാമിലീനെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു റെസിപ്പി. എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. എന്നോട് എല്ലാവരും പറഞ്ഞു കപ്പ വേവിച്ചിട്ടിടണേ ശ്രീന്ന്. കാരണം ഷോർട്സ് ഓൾറെഡി വന്നിട്ടുണ്ടേ. അപ്പോൾ ഞാനത് മറന്നുപോയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ അങ്ങനെ കപ്പ വേവിച്ച് ഊറ്റി കളയാന്നുള്ളൊരു, ഞാൻ ചെറുപ്പത്തിൽ അമ്മ ചെയ്യുന്നത് അത് കണ്ടിട്ടില്ല. കാരണം ഞാൻ എപ്പോഴും മറന്നു പോകും. പക്ഷെ അത് ചെയ്യണമെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ പഠനവും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ പഠിച്ചോളും, തന്നെ ഇരുന്ന് പഠിച്ചോളും. ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ നമ്മുടെ വലിയ ഉപ്പുണ്ടല്ലോ, അതല്ല കല്ലുപ്പുണ്ടല്ലോ, അതിട്ട് കൊടുത്തു. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ നമുക്കൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. കപ്പ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ പഞ്ചായത്തിൻ്റെ ലൈറ്റ് കത്തിയില്ലേ, ആ സമയത്ത് ചേട്ടൻ കൊണ്ടുവന്നതിൽ 2 ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ എപ്പോഴും കുറച്ച് വലിയ പീസുകളായിട്ടാണ്, നമ്മുടെ ഉപ്പേരിക്ക് അരിയുന്ന പോലെയല്ല, കുറച്ച് വലിയ പീസുകളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. കാരണം ആ കപ്പ കടിക്കാൻ കിട്ടണം, അങ്ങനെ ബീഫിൻ്റെ ഒപ്പം ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. അത് കാരണം കൊണ്ട് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷെ അങ്ങനെ അരിഞ്ഞെടുക്കണത് കേട്ടോ. വാക്കുകൾ അങ്ങോട്ട് വായിൽ വരുന്നില്ലാന്നേ. അപ്പോൾ കപ്പ വേവിച്ചിട്ട് നിങ്ങൾ അതിലിട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടി വയ്ക്കുന്നു, വലിയൊരു ചട്ടി വയ്ക്കുന്നു, അതിൽ നിറയെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതിൽ നമ്മൾ കുഞ്ഞുള്ളി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. പിന്നെ ഇച്ചിരി സവാള എനിക്ക് മടി കൂടിയ കാരണം കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളി ഞാനേ ഭാഗ്യം വന്നപ്പോൾ കടയിൽ നിന്ന് പ്രത്യേകം സ്പെഷ്യലായിട്ട് എടുപ്പിച്ചതാണ്. കാരണം നമുക്കിവിടെ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. എനിക്ക് എന്താ കൂടെ സംതൃപ്തമല്ലാത്ത പോലെയാണ് കറികളൊക്കെ വെന്ത് വരുമ്പോൾ ഫീൽ ചെയ്യുക. അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കടയിൽ നിന്നാകുമ്പോൾ ഏറ്റവും വലിയ ഉള്ളി എടുത്തിട്ട് വരും. അപ്പോൾ സവാള അരിയുന്ന ലാഘവത്തോടെ ഞാൻ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയും ചെയ്യും. ആ ഉള്ളിയിൽ ഒരു ഫ്ലേവറും വരും. പിന്നെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇളയമ്മ പറയുന്ന പോലെ തന്നെ എല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഇളയമ്മ എപ്പോഴും പറയേണ്ട അടുത്ത് നമ്മുടെ ഈ സവാള ആയാലും നന്നായിട്ട് മൂത്ത് വരണം, നമ്മൾ പൊടികൾ ഇട്ടിട്ട് അതും നന്നായിട്ട് മൂത്ത് വരണം എന്ന് പറയും. അപ്പം നമ്മൾ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, സാധാരണ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ നമ്മുടേതായ ഒരു അളവുണ്ടല്ലോ അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടാൻ നിൽക്കണ്ട, ഒക്കെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. ഇത് കൂടി എന്നുള്ളൊരു പ്രശ്നം, ഉപ്പാണ് നമുക്ക് ഏറ്റവും കുറവിടേണ്ടത്, പിന്നെ ഇട്ട് കൊടുക്കാലോ വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇളയമ പറഞ്ഞ പോലെ തന്നെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കരിഞ്ഞില്ല എന്നുള്ള ബോർഡർ എത്തിയപ്പോൾ നമ്മൾ ആ ഒരു ബീഫിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആ ഗ്രേവി ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു പച്ചമണം പൂർണ്ണമായിട്ട് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു വെന്തിട്ടുണ്ടായിരുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആക്ച്വലി ഈ ബീഫ് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കറി വെക്കുന്നത്, ഇത്തിരി ചാറോടൊക്കെ കൂടിയിട്ട് ഒരു പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ ഇത്തിരി ചോറിൻ്റെ ഒക്കെ കൂടെയോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് കപ്പയും കൂടി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക. നമ്മുടെ ഇവിടെ തട്ടുകടകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കപ്പയും അതുപോലെ തന്നെ ബീഫും കപ്പയും കൊള്ളിയും കപ്പയും ബോട്ടിയും കപ്പയും ലിവറും എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. പക്ഷെ അവിടെ നിന്നൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഭയമാണ്. പണ്ടെപ്പോഴും കഴിച്ചിട്ട് എനിക്ക് വൊമിറ്റിങ് വന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോഴും നോൺ വെജ് പുറത്തുനിന്ന് കഴിക്കുന്നത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് നന്നായിട്ട് കഴുകിയും പിന്നെ അങ്ങനെ ഒരുപാട് പഴയതൊന്നും കിട്ടില്ല എന്നുള്ളത് ഒരു മനസ്സിൻ്റെ തോന്നലായിരിക്കാം കേട്ടോ. അത് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ തോന്നലാണല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ, നമ്മുടെ ഇവിടെ തൃശ്ശൂർകാർ ഇതിനെ കൊള്ളി എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ കൊള്ളി എന്ന് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൊള്ളിക്കൂട്ടാനാ കൊള്ളിയും കപ്പിയും എന്നൊക്കെയാണ് ഇവിടെ പറയുക. ഇവിടെ ബോർഡുകൾ, നമ്മുടെ തട്ടുകടകളിലെ മുമ്പിലുള്ള ബോർഡുകളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക, കൊള്ളിയും ബീഫും
ബീഫും കൊള്ളി കട്ട്ലേറ്റ് എന്നൊക്കെ ഇനിയെ കാണുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് അധികം നേരം ഇരുന്നാലാണ് അതൊന്ന് വേവുള്ളൂ. ഇനി നമ്മൾ നാളെയാണ് കേട്ടോ അത് ഉപയോഗിക്കുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് സെറ്റാക്കി വന്നിട്ടുണ്ട്. നാളെ ഞാൻ ഇലയിലൊക്കെ പൊതിഞ്ഞ് അടിപൊളിയായിട്ട് വിളമ്പുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ അത് വേവിച്ചിട്ട് ഇടണേ ശ്രീന്ന്. ഇനി ഞാനത് ശ്രദ്ധിച്ചോളാം. ഒരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ ഊറ്റി കളയേണ്ടതാണ് കേട്ടോ. ഈ സൈനൈഡ് പോലെയുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ കെമിക്കൽസും രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെന്നാണ് കപ്പയിൽ പറയുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും മഴയും അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഒരു കാലാവസ്ഥയും കപ്പയും പുള്ളിയൊക്കെ തിന്നാൻ പറ്റിയിട്ടുള്ള ആ ഒരു തണുത്ത കാലാവസ്ഥയുണ്ടല്ലോ, നല്ല കട്ടൻ ചായയോടൊപ്പം തന്നെ നല്ല എരിവുള്ള കപ്പയും ബീഫൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥ അതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സായാഹ്നം വേണ്ടത്ര രീതിയിൽ ആസ്വദിച്ചു. ഇങ്ങനെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ടേക്ക് കെയർ.